ഓക്കെ, അപ്പൊ നമ്മൾ ബൈനറി ഓപ്പറേഷൻ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ ബൈനറി ഓപ്പറേഷൻ ആണെന്ന് പറയണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് എന്താ, ഒരു സെറ്റ് ആണ്. ആ സെറ്റില് ഏത് രണ്ട് എലമെന്റ്സ് എടുത്താലും അവർ തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് അഡീഷൻ ആണ്. അവർ തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്ത് തന്നെ കിട്ടണം, അതേ സെറ്റിൽ എലമെന്റ് ആണ് കിട്ടുന്നതെങ്കിൽ ആ സെറ്റില് ഈ എടുക്കുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷൻ ആണെന്ന് പറയാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, സെഡ് ക്രോസ് സെഡിൽ നിന്ന് രണ്ട് എലമെന്റ്സ് എടുക്കാണ്. അതായത് സെഡ് ക്രോസ് സെഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, സെഡിൽ നിന്ന് രണ്ട് എലമെന്റ്സ് എടുക്കുന്നു, അവർ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എന്ത് തന്നെ കിട്ടും, സെഡിൽ എലമെന്റ് തന്നെ കിട്ടും. ഇനി നാച്ചുറൽ നമ്പേഴ്സ് എടുത്തു. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, 1 2 3 4 അങ്ങനെ പോകുന്ന നമ്പേഴ്സ്. അതിനകത്ത് മൈനസ് അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷൻ ആണോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നാച്ചുറൽ നമ്പേഴ്സിന്റെ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷൻ ആവോ? സബ്ട്രാക്ഷൻ ഒരു ബൈനറി ഓപ്പറേഷൻ ആണെങ്കിൽ എന്ത് വേണം, ഏത് രണ്ട് നമ്പേഴ്സ് എടുത്താലും അവർ തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സിന്റെ തന്നെ കിട്ടണം. അപ്പൊ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റും നിങ്ങൾക്ക്, ഏത് രണ്ട് നമ്പേഴ്സ് എടുത്താലും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൽ തന്നെ കിട്ടുമോ? കിട്ടില്ലെങ്കിൽ അതിനൊരു എക്സാമ്പിൾ, കൗണ്ടർ എക്സാമ്പിൾ. കിട്ടില്ല, ഒരു എക്സാമ്പിൾ പറഞ്ഞു. 5 - 10. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്, -5 കിട്ടുന്നത്, നാച്ചുറൽ നമ്പേഴ്സ് ഇല്ല. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷനകത്ത് സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷൻ അല്ല. എന്നാൽ സെഡ് എന്ന് പറയുന്ന സെഡ് എന്ന് പറയുന്ന ഇന്റിജേഴ്സിന്റെ അകത്ത് അഡീഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്. സെഡിനകത്ത് അഡീഷൻ ബൈനറി ആണ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ അകത്ത് മൈനസ് എന്ന് പറയുന്ന ഓപ്പറേഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്തല്ല, ബൈനറി ഓപ്പറേഷൻ അല്ല. അപ്പൊ ബൈനറി ഓപ്പറേഷൻ എന്താണെന്നുള്ളത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തത് അസോസിയേറ്റിവിറ്റി ആണ് പറയുന്നത്. അസോസിയേറ്റിവിറ്റി നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയുള്ളൂ. അതായത് ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഇപ്പൊ നോക്കിക്കേ, സെഡ് തന്നെ കൺസിഡർ ചെയ്തു. ഏറ്റവും ഈസി ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് സെഡ് കേട്ടോ. അതിനകത്ത് അഡീഷൻ തന്നെ നമ്മൾ കീപ്പ് ചെയ്തു. സെറ്റ് ഓഫ് ഓൾ ഇന്റീജേഴ്സിന്റെ കൂടെ അഡീഷൻ എന്ന് പറയുന്ന ഒരു ബൈനറി ഓപ്പറേഷൻ നമ്മൾ എടുക്കുകയാണ്. ഇനി അസോസിയേറ്റീവ് ആവണമെങ്കിൽ എന്ത് വേണം, ഇത്രയുള്ള കണ്ടീഷൻ, എ സ്റ്റാർ ബി സ്റ്റാർ സി ഈസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി ഫോർ ഓൾ എ ബി സി ബിലോങ്സ് ടു സെഡ്. നിങ്ങൾ ഏത് മൂന്ന് നമ്പേഴ്സ് എടുത്താലും എന്തുണ്ടാവണം, ബി സ്റ്റാർ സി, ആദ്യം പാരാന്തസിസിന്റെ ഉള്ളിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുക അല്ലെ, ബി സ്റ്റാർ സി ചെയ്തിട്ട് അതിന്റെ കൂടെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ഇൻ ദ സെൻസ് ഓപ്പറേഷൻ ചെയ്യുന്നതും, എ സ്റ്റാർ ബിനെ ആദ്യം ചെയ്തതിനു ശേഷം സി കൊണ്ട് ഓപ്പറേഷൻ ചെയ്യുമ്പോഴും ഒരേ നമ്പർ ആണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരേ ഔട്ട്പുട്ട് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് എല്ലാ എ ബി സികൾക്കും ബാധകമാണെങ്കിൽ, എ ബി സി എന്ന് ഉദ്ദേശിച്ചത് ജനറൽ ആയിട്ടുള്ള മൂന്ന് നമ്പേഴ്സ്, പറയുന്നത് അണ്ടർ അഡീഷൻ അത് അസോസിയേറ്റീവ് ആണ് എന്ന് പറയാം. അതായത് നിങ്ങൾ ഏത് നമ്പേഴ്സ് വേണമെങ്കിലും എടുത്തോളൂ, ഇൻഡിജേഴ്സ് ആയിട്ട് എടുത്തോളൂ. 1 + 2 + 3 ഇസ് ഓൾവേസ് ഈക്വൽ ടു എന്തായിരിക്കും, 1 + 2 + 3 എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നിങ്ങൾ എങ്ങനെ ആഡ് ചെയ്താലും അഡീഷൻ എന്ന് പറയുന്നത് അതിന്റെ എത്ര ഓർഡർ ചേഞ്ച് ചെയ്താലും അഡീഷണൽ രണ്ടും ഈക്വൽ ആയിട്ടാണ് കിട്ടുന്നത്. ദാറ്റ് ഇസ് സെറ്റ് ഓഫ് ഓൾ ഇന്റീജേഴ്സിനകത്ത് അഡീഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു അസോസിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ഡൗട്ട് ഇല്ലെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അസോസിയേറ്റീവ് ആണ്. ഇനി നമുക്ക് ഐഡന്റിറ്റി എലമെന്റിന്റെ എക്സിസ്റ്റൻസിനെ പറ്റി പറയാം. നമ്മൾ ഒരു സെറ്റ് എടുക്കുകയാണ്. ഇപ്പൊ സെഡ് എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി അസോസിയേറ്റീവ് അല്ലാത്തതിന്റെ, നേരത്തെ പറഞ്ഞ അസോസിയേറ്റീവ് അല്ലാത്തതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് തന്നെ പറയാം, നാച്ചുറൽ നമ്പേഴ്സ് അണ്ടർ സബ്ട്രാക്ഷൻ, അത് തന്നെ പറഞ്ഞാൽ മതി. അതേപോലെ തന്നെ ഓർഡർ വ്യത്യാസം ഉണ്ടാവും. പാരാന്തസിസിന്റെ ഉള്ളിൽ ഇട്ടതിന് ശേഷം, ലൈക്ക് ഒരു എക്സാമ്പിൾ നാച്ചുറൽ നമ്പേഴ്സ് അണ്ടർ സബ്ട്രാക്ഷൻ 1 - 2 - 3 എന്ന് പറയുന്നതും 1 - 2 - 3 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. ഇവാലുവേറ്റ് ചെയ്ത് നോക്കൂ. 1 -
-1 ദാറ്റ് ഇസ് 2 ആണ് വരുന്നത്. ഇവിടെ എന്ത് വരും? 1 - 2 -1 -3 -4 ആ വരുന്നത്. അത് ഈക്വൽ അല്ല. അതായത് നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷനകത്ത് നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്രിപ്റ്റ് n ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷനകത്ത് ഈ മൈനസ് എന്ന് പറയുന്നത് എന്തല്ല? അസോസിയേറ്റീവ് അല്ല. നേരത്തെ പറഞ്ഞതിന് ഒരു കൗണ്ടർ കൂടിയും പറഞ്ഞത് മാത്രം. ശരി, ഐഡന്റിറ്റി എലമെന്റിലേക്ക് കടക്കുവാണ്. ഒരു സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്തു. അതിനകത്ത് ഒരു ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതെങ്ങനെ നോക്കാം? ഇപ്പൊ എടുക്കുന്നത് സെഡ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് എടുത്തു. നമ്മുടെ പ്ലസ് എന്ന് പറയുന്ന ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്, അസോസിയേറ്റീവ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആണെന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിന് രണ്ടിനും കൂടി ഞാൻ ഒരു പരാന്തസിസിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനൊരു പേര് പറയും. ഇതിന് പറയുന്ന പേര് ഓൾജിബ്രൈക് സ്ട്രക്ചർ എന്നാണ്. ഒരു സെറ്റ് ടുഗെദർ വിത്ത് ആൻ ഓപ്പറേഷൻ. ഇനി ഈ സെറ്റ് എന്ന് പറയുന്നതിൽ ഒരു ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? നമുക്ക് ഏത് എലമെന്റ്, ഇപ്പം ഇതിന് ജനറലി എടുക്കുന്ന ഒരു എലമെന്റ് എ എന്ന് പറഞ്ഞൊരു എലമെന്റ്, ഇതിന്റെ കൂടെ ഒരു ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എ പ്ലസ് ഐഡന്റിറ്റി എലമെന്റിനെ ഇ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ കിട്ടണം? എ എന്ന് പറഞ്ഞ എലമെന്റ് തന്നെ കിട്ടണം. ഇങ്ങനെ ഒരു ഇ നമുക്ക് ഈ സെറ്റിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റിയാല് ഈ സെറ്റിനകത്ത് എന്തുണ്ട്? ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു കണ്ടീഷനും കൂടി ഉണ്ട്, അത് ഇ പ്ലസ് എനോട് ഈക്വൽ ആവും വേണം. ഞാൻ എന്തുകൊണ്ട് അവിടെ പ്ലസ് എഴുതിയത്? നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേഷൻ ഏതാണോ അത് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാം. ഇവിടെ ഞാൻ പ്ലസ് എന്ന് ജനറലി പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ചിലർക്ക് സ്റ്റാർ എന്ന് പറഞ്ഞ ഓപ്പറേഷനാവും ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾ ഏതൊരു എലമെന്റ് എ എടുത്താലും നിങ്ങൾക്ക് ഒരു ഐഡന്റിറ്റി എലമെന്റ് കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് അവർ തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം എടുത്ത അതേ എലമെന്റ് തന്നെ കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും സെഡ് എന്ന് പറയുന്ന ഇൻഡിജേഴ്സിന്റെ കളക്ഷനകത്ത് അണ്ടർ അഡീഷൻ ഏതായിരിക്കും ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത്? വെരി ഗുഡ്. ദാറ്റ് ഇസ് സെഡിനകത്ത് നിന്ന് ഏതൊരു എലമെന്റ് എടുത്തോളൂ, ഏതൊരു ഇൻഡിജർ വേണമെങ്കിലും എടുത്തോളൂ, എ എന്ന് പറഞ്ഞ ഇൻഡിജർ എടുത്തോളൂ, അതിന്റെ കൂടെ 0 നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ തന്നെ കിട്ടും. ദാറ്റ് ഇസ് 0 ഈസ് ദ ഐഡന്റിറ്റി എലമെന്റ് വിച്ച് ഈസ് ഈക്വൽ ടു 0 പ്ലസ് എ ഫോർ ഓൾ എ ബിലോങ്സ് ടു സെഡ്. അപ്പൊ സെഡ് പ്ലസ് എന്ന് പറയുന്ന ഒരു ഓൾജിബ്രൈക് സ്ട്രക്ചർ, അതായത് സെറ്റ് ടുഗെദർ വിത്ത് ഒരു ഓപ്പറേഷൻ എടുത്തു. അതിനകത്ത് അസോസിയേറ്റിവിറ്റി നമ്മൾ പറഞ്ഞു, എന്താന്നുള്ള കണ്ടീഷൻ പറഞ്ഞു. എ സ്റ്റാർ ബി സ്റ്റാർ സി ഈസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി ഫോർ ഓൾ എ ബി സി ബിലോങ്സ് ടു ദാറ്റ് സെറ്റ് ആണെങ്കിൽ അത് അസോസിയേറ്റീവ് ആണ്. ഈ സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേഷൻ അസോസിയേറ്റീവ് ആണ് എന്ന് പറഞ്ഞു. അടുത്തത് ഒരു ഐഡന്റിറ്റി എലമെന്റ്. ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? എ സ്റ്റാർ ഇ ഈക്വൽ ടു എ ഈക്വൽ ടു ഇ സ്റ്റാർ എ ഫോർ ഓൾ എ ബിലോങ്സ് ടു ദാറ്റ് സെറ്റ്. സെറ്റ് എന്താണോ ആ സെറ്റിനകത്ത് നിന്ന് എടുക്കുവാണെങ്കിൽ അങ്ങനെ ഒരു ഇ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാൽ നമുക്ക് പറയാം ഈ സെറ്റിനകത്ത് ഒരു ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്ത സെറ്റ് പ്ലസിനകത്ത് 0 ആണ് ഐഡന്റിറ്റി എലമെന്റ്. അടുത്തത് ഇൻവേഴ്സ് എലമെന്റ് എന്ന് പറയുന്ന കാര്യമാണ്. ഇൻവേഴ്സ് എലമെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു എലമെന്റ് നമ്മൾ എ എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്താലും നമുക്ക് ഒരു ബി എന്ന് പറയുന്ന ഒരു എലമെന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് എ സ്റ്റാർ ബി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഇ എന്ന് പറയുന്ന ആ സെറ്റിലെ ഐഡന്റിറ്റി എലമെന്റ് കിട്ടണം. വിച്ച് ഇസ് ഈക്വൽ ടു ബി സ്റ്റാർ എ. പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് ഏത് എലമെന്റ് നിങ്ങൾ ആ സെറ്റിൽ നിന്ന് എടുത്താലും നിങ്ങൾക്ക് ഒരു എലമെന്റ് ബി എന്ന് പറഞ്ഞൊരു എലമെന്റ് കണ്ടുപിടിക്കാൻ പറ്റണം. സച്ച് ദാറ്റ് എന്താണ്? എ സ്റ്റാർ ബി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ സെറ്റിലെ ഐഡന്റിറ്റി എലമെന്റ് കിട്ടത്തക്ക രീതിയിൽ വിച്ച് ഇസ് ഈക്വൽ ടു ബി സ്റ്റാർ എ ചെയ്യുമ്പോഴും അത് അങ്ങനെ തന്നെ കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഈ ബി എന്ന് പറയുന്നതാണ് എയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് എയുടെ ഇൻവേഴ്സ് എലമെന്റ് ആണ്. ഒരു മിനിറ്റ്, ഏതൊരു ഓക്കെ. അപ്പം ഇൻവേഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇനി സെഡിന്റെ കാര്യത്തിനകത്തൊന്ന് പറഞ്ഞേ. സെഡിന്റെ കാര്യത്തിനകത്ത് ഏത് എലമെന്റ് എടുത്താലും ഇപ്പം ജനറലി സെഡിനകത്ത് നിന്ന് ഞാൻ എ എടുക്കുവാണ്. അഡീഷൻ ആണ് നമ്മുടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പം
എയുടെ കൂടെ ഏതോ ഒരു നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടും. ഏത് ആഡ് ചെയ്താൽ മതി? -a. വെരി ഗുഡ്. -a മാത്രം ആഡ് ചെയ്താൽ മതി. അതായത് നിങ്ങൾ ഏത് എലമെന്റ്, ഇപ്പൊ 1 എടുത്തു കഴിഞ്ഞാൽ -1 എന്ന് പറയുന്നതാണ് 1ന്റെ ഇൻവേഴ്സ്. കാരണം എന്താ? 1 + -1 എന്ന് പറയുന്നത് 0 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു -1 + 1. അപ്പം ഏതൊരു എലമെന്റിനും നമുക്കൊരു ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. സെഡിന്റെ കാര്യത്തിനകത്ത് കേട്ടോ, സെറ്റ് പ്ലസ് എന്ന് പറയുന്ന ഓൾജിബ്രൈക് സ്ട്രക്ചറിനകത്ത്, അതായത് സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇന്റിജേഴ്സ് അണ്ടർ അഡീഷൻ നമുക്ക് ഇൻവേഴ്സ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അവിടെ നിൽക്കട്ടെ. അപ്പൊ നമുക്ക് 4ാമത്തെ ഒരു കേസ് ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തതാണിത്. ഇനി 5ാമത്തെ കേസാണ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുന്ന സംഭവം. കമ്മ്യൂട്ടേറ്റിവിറ്റി ഒന്നുമില്ല, A*B = B*A എന്ന് പറയുന്നതാണ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുന്നത്. ഫോർ ഓൾ AB ബിലോങ്സ് ടു ദാറ്റ് സെറ്റ്. ഇതാണ് കമ്മ്യൂട്ടേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഏത് രണ്ട് എലിമെന്റ്സ്, ഇപ്പം Z അണ്ടർ അഡീഷൻ ആണ് നമ്മൾ പറയുന്നതെങ്കിൽ ഏത് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നതും തിരിച്ചിട്ട് ആഡ് ചെയ്യുന്നതും എന്തുതന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. ഫോർ ഓൾ AB ബിലോങ്സ് ടു ദാറ്റ് സെറ്റ്. അപ്പൊ സെഡില് പ്ലസ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂട്ടേറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണെന്ന് പറയാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഇതാണ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ ഈ വേർഡ് ബൈ വേർഡ് എന്താണ് അത് മീൻ ചെയ്യണമെന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇതൊക്കെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ഫോം ചെയ്യുവാണ്? ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരുവാണ്. അപ്പൊ എസ് എന്ന് പറയുന്ന ഒരു നോൺ എംപ്റ്റി സെറ്റ് കൺസിഡർ ചെയ്തു. എസിന്റെ കൂടെ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ബൈനറി ഓപ്പറേഷനും കൂടി ഞാൻ ചേർത്ത് വെച്ചു. അപ്പൊ ഈ ഓർഡേഡ് പെയർ എസ് സ്റ്റാർ എന്ന് പറയുന്നത് ഞാൻ ഓൾജിബ്രൈക് സ്ട്രക്ചർ എന്നാണ് ഇനി വിളിക്കുന്നത്. ഇനി ഈ സ്റ്റാർ എന്ന് പറയുന്നത് ബൈനറി ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ട് സ്റ്റാർ ബൈനറി ഓപ്പറേഷൻ ആയേ? എസിലെ ഏത് രണ്ട് എലമെന്റ്സ് എടുത്തിട്ടും സ്റ്റാർ വെച്ച് നമ്മൾ ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എസിലത്തെ തന്നെ എലമെന്റ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റാർ എടുത്തിരിക്കുന്നത്. ഇനി ഈ എസ് വിത്ത് സ്റ്റാർ എന്ന് പറയുന്ന ഈ ഒരു ഓൾജിബ്രൈക് സ്ട്രക്ചറിനെ ഒരു ഗ്രൂപ്പ് ആണെന്ന് പറയണമെങ്കിൽ എന്ത് കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യണം? സ്റ്റാർ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ആയിരിക്കണം. ആ എസിനകത്ത് അണ്ടർ സ്റ്റാർ നമുക്കൊരു ഐഡന്റിറ്റി എലമെന്റ് കണ്ടുപിടിക്കാൻ സാധിക്കണം. ആൻഡ് എല്ലാ എലമെന്റ്സിനും ഒരു ഇൻവേഴ്സ് എലമെന്റ് എക്സിസ്റ്റ് ചെയ്യണം. എങ്കിൽ എസ് വിത്ത് സ്റ്റാർ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഫോം ചെയ്യും. എസ് വിത്ത് സ്റ്റാർ നമ്മൾ ഗ്രൂപ്പ് ഫോം ചെയ്യും. ക്ലിയർ ആണോ? ക്ലിയർ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒന്നുകൂടെ ആ പോയിന്റ്സ് ക്ലിയർ ചെയ്ത് തരൂ. ഓ, പറഞ്ഞുതരാം. സ്റ്റാർ അസോസിയേറ്റീവ് ആയിരിക്കണം. അതാണ് ആ ഓർഡറിൽ എഴുതി വെച്ചിരിക്കുന്നത്. മാത്രം നോക്കിക്കേ. സ്റ്റാർ എന്ന് പറഞ്ഞ ബൈനറി ഓപ്പറേഷൻ എടുത്തു. അസോസിയേറ്റീവ് ആവണം, ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യണം, ഇൻവേഴ്സ് എലമെന്റ് എക്സിസ്റ്റ് ചെയ്യണം. ഇവിടെ വരെയുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ആ സെറ്റിനെ പറയുന്ന പേരാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കൂ. R എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് അണ്ടർ അഡീഷൻ, ഇതൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുമോ? ഇതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഈസ് ഇറ്റ് എ ഗ്രൂപ്പ് ഓർ നോട്ട്? R എന്ന് പറയുന്നത് അണ്ടർ അഡീഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ കേസ് ഈ പ്ലസ് എന്ന് പറയുന്ന അഡീഷൻ എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷൻ ഓൺ R ആണോ എന്ന് ചെക്ക് ചെയ്യണം. ആണ്. കാരണം എന്താ? ഏത് രണ്ട് റിയൽ നമ്പർ എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഒരു റിയൽ നമ്പർ തന്നെ കിട്ടും. ദാറ്റ് ഇസ് പ്ലസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അഡീഷൻ, യൂഷ്വൽ അഡീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്. ബൈനറി ഓപ്പറേഷൻ ആണ്. രണ്ടാമത്തെ കാര്യം, അസോസിയേറ്റിവിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതെങ്ങനെയാ? ആറിനകത്തു നിന്നുള്ള ഏത് 3 എലമെന്റ്സ് എടുത്തിട്ട് നമ്മൾ ഓർഡർ നോക്കാതെ ആഡ് ചെയ്ത് കഴിഞ്ഞാലും സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. ആണോ? ആറിനകത്തുനിന്ന് ഏത് 3 നമ്പേഴ്സ് എടുത്തോളൂ. A + B + C = A + B + C. For all ABC belongs to R അല്ലേ? പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദാറ്റ് ഇസ് എന്ത് പറയാം നമുക്ക്? R എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിന്റെ അകത്ത് പ്ലസ് എന്ന് പറയുന്നത് ഒരു അസോസിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ്. അല്ലെങ്കിൽ R അണ്ടർ അഡീഷൻ അസോസിയേറ്റീവ് ആണ്. അങ്ങനെ പറഞ്ഞാൽ മതി. ഒന്നാമത്തെ കേസ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അത് ബൈനറി ആണോ ഈ ഓപ്പറേഷൻ. രണ്ടാമത്തെ കേസ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അസോസിയേറ്റിവിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ടോ ഫോർ ഓൾ ABC. കേട്ടോ, ഏത് ABC എടുത്താലും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നിനോ രണ്ടെണ്ണത്തിനോ പോരാ. മൂന്നാമത്തെ കേസ്
ആർ അണ്ടർ അഡീഷൻ നമുക്കൊരു ഐഡന്റിറ്റി എലമെന്റ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ടോ? എന്താണ് ഐഡന്റിറ്റി എലമെന്റ്? ഏതൊരു എലമെന്റ് എ എന്നെടുത്താലും അതിന്റെ കൂടെ ഈ ഐഡന്റിറ്റി എലമെന്റ് ആഡ് ചെയ്യുമ്പോൾ എ തന്നെ കിട്ടണം. ഓൾസോ അത് ഇ പ്ലസ് എനോട് ഈക്വൽ ആയിട്ട് വരണം. അങ്ങനെ ഒരു ഐഡന്റിറ്റി എലമെന്റ് ആർ പ്ലസിനകത്ത് ആർ എന്ന് പറഞ്ഞ റിയൽ നമ്പേഴ്സിന്റെ അകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. പറഞ്ഞോളത് ഏതാണ്? 0. 0 തന്നെ എടുത്താൽ മതി. ഏത് നമ്പറിന്റെ കൂടെ 0 ആഡ് ചെയ്താലും അതേ നമ്പർ തന്നെ കിട്ടും. ദാറ്റ് ഇസ് 0 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ്. ഇനി നാലാമത്തെ കണ്ടീഷൻ, ഈ സെറ്റിനകത്ത് നിന്ന് ഏതൊരു നമ്പർ എ എന്ന് ഞാൻ എടുത്താലും അതിന്റെ കൂടെ ഏതോ ഒരു നമ്പർ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്? നമ്മുടെ ഐഡന്റിറ്റി എലമെന്റ് കിട്ടുന്നുണ്ട്. വിച്ച് ഇസ് ഈക്വൽ ടു ദാറ്റ് നമ്പർ പ്ലസ് എ ഫോർ ഓൾ എ. ഏതൊരു എലമെന്റ് എ എടുത്താലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻവേഴ്സ് എലമെന്റ് കണ്ടുപിടിക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഇനി പറയിപ്പിക്കുന്നില്ല. -a ആണ് നമ്പർ. -a. ദാറ്റ് ഇസ് ഈ സെറ്റിനകത്ത് ആർ എന്ന് പറയുന്ന റിയൽ നമ്പേഴ്സിന്റെ സെറ്റിനകത്ത് ഏതൊരു നമ്പർ എടുത്താലും അണ്ടർ അഡീഷൻ നിങ്ങൾക്ക് അതിനൊരു ഇൻവേഴ്സ് എലമെന്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. ദാറ്റ് ഇസ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ഫോർ ഓൾ എലമെന്റ്സ് ഓഫ് ആർ. ഈ 4 കണ്ടീഷൻസും ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആർ എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് അണ്ടർ അഡീഷൻ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഒരു ഗ്രൂപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ടെന്ന് പറയാം. ക്ലിയർ ആണോ? എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. ക്ലിയർ ആണ്? ഓക്കെ. ഇനി ഗ്രൂപ്പിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു കണ്ടീഷൻ കൂടി അങ്ങ് ചേർത്ത് വെക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ബൈനറി ഓപ്പറേഷൻ ആയിരിക്കണം, അസോസിയേറ്റിവിറ്റി, ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടാവണം, ഇൻവേഴ്സ് എലമെന്റ് ഉണ്ടാവണം. ഈ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താന്ന് പറയാം? ആർ എന്ന് പറയുന്നത് അണ്ടർ അഡീഷൻ അതൊരു ഗ്രൂപ്പാണ്. ഇനി നമ്മൾ ഒരു കണ്ടീഷൻ കൂടി ചേർത്ത് വെക്കുകയാണെന്ത്? കമ്മ്യൂട്ടേറ്റിവിറ്റി. അതായത് എന്താ? ഈ കളക്ഷനകത്ത്, അതായത് ആർ അണ്ടർ അഡീഷൻ ഈ സെറ്റ് കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ആണല്ലോ. ഈസി ആയിട്ട് നമുക്കറിയാം. എ പ്ലസ് ബി എന്ന് പറയുന്നതും ബി പ്ലസ് എ എന്ന് പറയുന്നതും ഓൾവേസ് ഈക്വൽ ആണ് അല്ലെ? ഏത് റിയൽ നമ്പർ തിരിച്ചിട്ട് മറിച്ചിട്ടൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? ഈക്വൽ ആണ്. ഫോർ ഓൾ എ ആൻഡ് ബി ബിലോങ്സ് ടു ആർ. ദാറ്റ് ഇസ് അഞ്ചാമത്തെ കണ്ടീഷൻ ആണ്, കമ്മ്യൂട്ടേറ്റീവ് ആണ്. ആർ അണ്ടർ അഡീഷൻ അത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഈ 5 കണ്ടീഷൻസും കൂടി ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന പേരിന് പുറമെ നമ്മൾ ഒരു പേര് കൂടി കൊടുക്കുകയാണെന്ത്? അബീലിയൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതാണിതാ നമ്മൾ ഇവിടെ എത്തി നിൽക്കുന്നു കേട്ടോ. ഇപ്പൊ നമ്മളിതാ ഈ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കാം. ഗ്രൂപ്പിന്റെ കൂടെ കമ്മ്യൂട്ടേറ്റീവ് ആയിട്ടുള്ള ഓപ്പറേഷൻ കൂടി ചേരുമ്പോഴാണ് അബീലിയൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത്. ആ സെറ്റിനെ പറയുന്ന പേരാണ് അബീലിയൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആർ അണ്ടർ അഡീഷൻ ഇസ് എൻ അബീലിയൻ ഗ്രൂപ്പ്. ഗ്രൂപ്പ് പ്ലസ് കമ്മ്യൂട്ടേറ്റിവിറ്റി. കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ് എന്നും പറയും, അബീലിയൻ ഗ്രൂപ്പ് എന്നും പറയും. അവിടെ വരെ ക്ലിയർ ആണോ? നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ അന്ന് ഡിഗ്രിക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ? എന്ത് പറയുന്നു? ഒരു മിനിറ്റ്, എനിക്കത് സ്ക്രീൻ ഷെയർ ചെയ്യാത്തുണ്ട്. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഞാൻ കണ്ടില്ലായിരുന്നു. ഓക്കെ ആണല്ലേ? ശരി. അപ്പൊ നമ്മൾ അബീലിയൻ ഗ്രൂപ്പ് വരെ എത്തി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? അടുത്ത ടോപ്പിക് എന്ന് പറയുന്നതാണ് സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നാച്ചുറൽ നമ്പേഴ്സ് അണ്ടർ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ആയിരിക്കോ ഓർ അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കോ? ആർക്കെങ്കിലും പറയാമോ? നോട്ട് എ ഗ്രൂപ്പ്. അത് എവിടെയാ നമുക്കത് തകർന്നു പോയ സംഭവം എന്താ? എന്തുകൊണ്ടല്ലെന്ന് പറഞ്ഞു? നോട്ട് ക്ലോസ്ഡ്. വെരി ഗുഡ്. അപ്പൊ ഓർമ്മയുണ്ടെന്ന് മനസ്സിലായി. ആ ക്ലോസ്ഡ് എന്നുള്ള വേർഡ് പറഞ്ഞു കേട്ടപ്പോ കേട്ടോ. അതായത് ഈ ബൈനറി ഓപ്പറേഷൻ, അതായത് സ്റ്റാർ എന്ന് പറയുന്ന ഒരു ബൈനറി ഓപ്പറേഷൻ ആണെങ്കിൽ സ്റ്റാർ ഈസ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞൊരു പേരും കൂടി ഉണ്ട്. അതിപ്പോ പറഞ്ഞതിന് ഓർത്തു എന്ന് മനസ്സിലായി, ഡിഗ്രിക്ക് പഠിച്ചതൊക്കെ. ഓക്കെ. അടുത്തത് സബ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ടോപ്പിക് ആണ്. ഇവിടെ വരെ പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സബ് ഗ്രൂപ്പിലേക്ക് കിടക്കുവാണ് കേട്ടോ. എന്താണ് ഒരു സബ് ഗ്രൂപ്പ്? ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ജി എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഞാൻ ഇങ്ങനെ എടുക്കുവാണ്. എസ് അണ്ടർ സം ഓപ്പറേഷൻ അതൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. ഇനി
ഈ എസിന്റെ തന്നെ ഒരു സബ്സെറ്റ്, ഞാൻ എസിന്റെ തന്നെ ഒരു സബ്സെറ്റിനായിട്ട് S1 എന്ന് വിളിക്കുവാണ്. എസിന്റെ തന്നെ ഒരു സബ്സെറ്റ് അണ്ടർ ദി സെയിം ഓപ്പറേഷൻ സ്റ്റാർ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, എച്ച് സബ് ഗ്രൂപ്പ് ഓഫ് ജി എന്ന് പറയുന്നത്. ജി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പില് ഒരു സബ് ഗ്രൂപ്പ് എന്ന് പറയണമെങ്കിൽ ആ ഗ്രൂപ്പിന്റെ ഒരു സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താ, ജിയിലെ തന്നെ എലമെന്റ്സിന്റെ ഒരു സബ്സെറ്റ് ആവും വേണം. ആൻഡ് ഓൾസോ ജിയില് എന്ത് ഓപ്പറേഷനിലാണ് ആ ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ളത്, അതേ ഓപ്പറേഷനകത്ത് ഈ എച്ച് എന്ന് പറയുന്നതും ഒരു ഗ്രൂപ്പായിട്ട് വരണം. നേരത്തെ നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള സെഡ്, സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ് അണ്ടർ അഡീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താ, സെഡ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ് അണ്ടർ അഡീഷൻ ഒരു ഗ്രൂപ്പ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓൾസോ ഇതൊരു അബീലിയൻ ഗ്രൂപ്പും ആണ് അല്ലെ, കമ്മ്യൂട്ടേറ്റീവ് ആണ്. എല്ലാ നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കമ്മ്യൂട്ടേറ്റീവ് ആയിട്ട് നിൽക്കും, ഈക്വൽ ആയിട്ട് കിട്ടുവാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു സബ്സെറ്റ്, സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സിന്റെ ഒരു സബ്സെറ്റ് ആയിട്ട് ഞാൻ 2Z എടുക്കുവാണ്. എന്താ 2Z? ഈവൻ നമ്പേഴ്സ്. Z എന്ന് പറയുന്നത് -6, -4, -2, 0, 2, 4, 6 അങ്ങനെ സോറി, ഇത് 2Z ആയിരിക്കും. Z എന്ന് പറയുന്നത് എന്താ, -3, -2, -1, 0, 1, 2 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സെഡിനെ തന്നെ എല്ലാ എലമെന്റ്സിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഈവൺ ഇന്റീജേഴ്സിന്റെ കളക്ഷനെയാണ് 2Z എന്ന് പറയുന്നത്. അതെന്തായാലും നമ്മുടെ സെഡിന്റെ ഒരു സബ്സെറ്റ് അല്ലേ. ഈവൺ ഇന്റീജേഴ്സിന്റെ കളക്ഷൻ എടുക്കുവാണെങ്കിൽ അതെന്തായാലും സെഡിന്റെ ഒരു സബ്സെറ്റ് ആയിട്ടാണല്ലോ കിട്ടുന്നത്. ഒന്ന് റെസ്പോണ്ട് ചെയ്ത്. ഓക്കെ, അപ്പൊ ഈ 2Z എന്ന് പറയുന്നതിന് അണ്ടർ അഡീഷൻ തന്നെ നമുക്കൊരു ഗ്രൂപ്പ് ആയിട്ട് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, 2Z ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് Z. 2Z എന്ന് പറയുന്നത് ഒബ്വിയസ്ലി സെഡിന്റെ ഒരു സബ്സെറ്റ് ആണ്. Z എന്ന് പറയുന്നത് എല്ലാ ഇന്റിജേഴ്സും, 2Z എന്ന് പറയുമ്പോൾ ഈവൺ ഇന്റിജേഴ്സ്. അപ്പൊ അതെന്തായാലും ഒരു സബ്സെറ്റ് ആണെന്നുള്ള കാര്യം ക്ലിയർ ആണ്. ഇനി Z അണ്ടർ അഡീഷൻ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 2Z അണ്ടർ അഡീഷൻ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് പറയാം, 2Z എന്ന് പറയുന്നത് അണ്ടർ അഡീഷൻ ഉള്ള ഗ്രൂപ്പിന് ഞാൻ ഇങ്ങനെ H എന്ന് വിളിക്കുവാണെങ്കിൽ ഈ H എന്ന് പറയുന്നത് G എന്ന് പറയുന്ന നമ്മുടെ Z+ എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ഒരു സബ് ഗ്രൂപ്പ് ആയിരിക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഇത്രയേ ഉള്ളൂ. ജി എന്ന് പറഞ്ഞ ഗ്രൂപ്പ് എടുത്തു. ആ ഗ്രൂപ്പിനകത്ത് എന്തുണ്ടാവും, ഒരു സെറ്റും ഉണ്ടാവും, ടുഗദർ വിത്ത് ആൻ ഓപ്പറേഷൻ ആയിരിക്കും. അതൊരു ഗ്രൂപ്പ് ആയിട്ടുണ്ടാവാം. ഇനി ആ ഗ്രൂപ്പിന്റെ ഒരു സബ് ഗ്രൂപ്പ് എന്ന് പറയണമെങ്കിൽ ആ സെറ്റിന്റെ ഒരു സബ്സെറ്റ് ആവും വേണം. സബ്സെറ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോ ആ ഗ്രൂപ്പ് തന്നെ ആവാട്ടോ. അപ്പൊ ഏതൊരു ഗ്രൂപ്പും അതേ ഗ്രൂപ്പിന്റെ എന്ത് തന്നെയാണ്, ഒരു സബ് ഗ്രൂപ്പ് ആയിട്ട് നമുക്ക് പറയാം. കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എന്താവണം, സബ്സെറ്റ് ആവും വേണം അണ്ടർ ദി സെയിം ഓപ്പറേഷൻ. ഗ്രൂപ്പിൽ ഏതാണോ ഓപ്പറേഷൻ യൂസ് ചെയ്തിരിക്കുന്നത് അണ്ടർ ദി സെയിം ഓപ്പറേഷൻ ഈ എടുക്കുന്ന സബ്സെറ്റും എന്തായിട്ട് ഫോം ചെയ്യണം. ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ എടുക്കുന്ന എച്ച് എന്ന് പറയുന്നത്, നമ്മൾ അതിന് എച്ച് എന്നാണ് സാധാരണ സബ് ഗ്രൂപ്പുകളെ വിളിക്കുന്ന, ഡിനോട്ട് ചെയ്യുന്ന പേര്. ഓക്കെ, എച്ച് എന്ന് പറയുന്നത് ജിയുടെ ഒരു സബ് ഗ്രൂപ്പ് ആയിട്ട് പറയാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് 2Z എന്ന് പറയുന്നത് അണ്ടർ അഡീഷൻ, Z അണ്ടർ അഡീഷന്റെ ഒരു സബ് ഗ്രൂപ്പ് ആയിരിക്കും. അത്രേ ഉള്ളൂ സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നതിനെ പറ്റിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. Q+ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്. Q+ എന്ന് പറയുമ്പോൾ എന്താ, Q+ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള റാഷണൽ നമ്പേഴ്സ്. അതുപോലെ ഈ Q* എന്ന് പറയുന്ന ഒരു നൊട്ടേഷൻ നിങ്ങൾ കാണും. അതായത് റാഷണൽ നമ്പേഴ്സിന്റെ നിന്ന് 0 നമ്മൾ ഒഴിവാക്കി എന്ന് മാത്രമാണ് Q*ന്റെ അർത്ഥം. Q+ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള റാഷണൽ നമ്പേഴ്സ്. ഈ Q+ അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ സബ് ഗ്രൂപ്പ് ഓഫ് R അണ്ടർ അഡീഷൻ ആണോ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. Q+ അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് R അണ്ടർ അഡീഷന്റെ ഒരു സബ് ഗ്രൂപ്പ് ആയിട്ട് വരും.
ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമല്ലേ പറയുന്നത്. അപ്പൊ അത്രയും കടന്ന് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. പറഞ്ഞോളൂ. സെയിം ഓപ്പറേഷൻ. വെരി ഗുഡ്. സെയിം ഓപ്പറേഷൻ ആവണം എന്നുള്ളതാണ് സബ് ഗ്രൂപ്പിന്റെ രണ്ടാമത്തെ കണ്ടീഷൻ. ഒന്നാമത്തെ കണ്ടീഷൻ ആറിന്റെ സബ്സെറ്റ് ആയിരിക്കണം Q+ എന്ന് പറയുന്നത്. അതാണ്. കാരണം റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് തന്നെയാണ് റാഷണൽ നമ്പേഴ്സ്. വലിയ ബുദ്ധിമുട്ടില്ല. പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അണ്ടർ ദിസ് ഓപ്പറേഷൻ, പ്ലസ് എന്ന് പറഞ്ഞ ഓപ്പറേഷനിലാണ് 6 ഗ്രൂപ്പ് ആയിട്ടുള്ളെങ്കിൽ ഇതിന്റെ ഒരു സബ് ഗ്രൂപ്പ് ആവില്ല ഒരിക്കലും ഇത്. കാരണം എന്താ, ഇവിടുത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോ Q+ അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് മാത്രം പോരാ, അത് R+ന്റെ സബ് ഗ്രൂപ്പ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ പ്ലസ്സിൽ വേണം എന്താവാനായിട്ട്, അതൊരു ഗ്രൂപ്പ് ഫോം ചെയ്യാനായിട്ട്. ഡിഫറെന്റ് ഓപ്പറേഷൻ പാടില്ല. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സബ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഒരു നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു പേരാണ് കേട്ടോ അടുത്തേക്ക് വരാൻ പോകുന്നത്. അതിനു മുമ്പ് മെട്രിസസ് വിത്ത് എൻട്രീസ് ഇൻ R എന്ന് പറയുന്നത് അണ്ടർ അഡീഷൻ ഇതൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുമോ? മെട്രിസസ് വിത്ത് എൻട്രീസ് ഇൻ R അണ്ടർ അഡീഷൻ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുമോ? ഓരോന്നോരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അത് പ്ലസ് എന്ന് പറയുന്നത് ഈ മെട്രിസസ് വിത്ത് റിയൽ എൻട്രീസ് എന്ന് പറയുന്നതിനകത്ത് ഒരു ബൈനറി ഓപ്പറേഷൻ ആവോ, അസോസിയേറ്റിവിറ്റി ഹോൾഡ് ചെയ്യോ, ഐഡന്റിറ്റി എലമെന്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ, ഇൻവേഴ്സ് എലമെന്റ് എക്സിസ്റ്റ് ചെയ്യോ? ഓരോ കണ്ടീഷൻസ് ആലോചിച്ച് നോക്കാം. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ? ഈ M(R) എന്ന് പറയുന്നത് ഓരോ മെട്രിസസ് വേണമെങ്കിൽ ഇപ്പൊ 1 0 എന്ന് പറഞ്ഞ മെട്രിസസ് ആവാം, 2 3 എന്ന് പറഞ്ഞ മെട്രിസസ് ആവാം, 1 0 0 1 എന്ന് പറഞ്ഞ മെട്രിക്സ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഇതാണ് മെട്രിസസ് വിത്ത് റിയൽ എൻട്രീസ്. അതാണ് M(R) എന്ന് ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. അണ്ടർ അഡീഷൻ ഇതൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുമോ ഇല്ല? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് രണ്ട് മെട്രിസസ് എടുത്ത് ഈ അണ്ടർ അഡീഷൻ ഇതൊരു ഗ്രൂപ്പ് ഫോം ചെയ്യണമെങ്കിൽ അഡീഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ മെട്രിസസിന്റെ കളക്ഷനകത്ത് ബൈനറി ഓപ്പറേഷൻ ആവണം. എങ്ങനെയാണ് നമ്മൾ ഡിഫറെന്റ് ഓർഡർ ഉള്ള ഇപ്പതാ ഈ ഒരു മെട്രിക്സും ഈ ഒരു മെട്രിക്സും എടുത്തു, ഡിഫറെന്റ് ഓർഡേഴ്സ് ആയിട്ടുള്ള ഈ മെട്രിക്സുകൾ തമ്മിൽ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യാം? ഒരേ ഫോമിൽ കിടക്കുന്ന മെട്രിക്സസ് ആണ് ആഡ് ചെയ്യാൻ പറ്റുക അല്ലെ? അതാ 1 0 0 1 തമ്മിൽ അഡീഷൻ 2 3 1 2 ഇത് തമ്മിൽ ആഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ്സ് തമ്മിൽ അങ്ങ് ആഡ് ചെയ്താൽ മതി. 3 3 1 3. ക്ലിയർ ആണോ പറയുന്നത്? അതായത് മെട്രിസസിന്റെ കളക്ഷൻ വിത്ത് ഒരു അഡീഷൻ തന്നു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും ഒരു ഗ്രൂപ്പ് പോലും ഫോം പോട്ടെ ബൈനറി ഓപ്പറേഷൻ പോലും അല്ല. കാരണം ഏതെങ്കിലും രണ്ട് മെട്രിസസ് തമ്മിൽ ആഡ് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു ഓപ്പറേഷൻ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്ത് ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും? ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു കേസ് എടുത്തെന്ന് വിചാരിക്കാം. MN(R) അണ്ടർ അഡീഷൻ, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ M2(R) അണ്ടർ അഡീഷൻ. എന്ത് M2(R) എന്ന് പറയുന്നത് 2x2 മെട്രിസസിന്റെ കളക്ഷനെയാണ് M2(R) എന്ന് പറയുന്നത്. അപ്പൊ 2x2 മെട്രിസസ് എടുത്തു കഴിഞ്ഞ് അണ്ടർ അഡീഷൻ അത് എന്താണ്? ഏത് രണ്ട് 2x2 മെട്രിസസ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് അതിനെ ആഡ് ചെയ്യാൻ പറ്റും. ഒരു 2x2 മെട്രിക്സ് തന്നെ കിട്ടും ചെയ്യും. കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ്സ് നമ്മൾ ആഡ് ചെയ്താൽ മതി. അണ്ടർ അഡീഷൻ ഇത് എന്തായിട്ട് വരുന്നുണ്ട്? ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യും. ഓക്കെ ആണോ? ഓക്കെ ആണ് അല്ലേ? നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ കേട്ടോ. എന്തൊക്കെ കണ്ടീഷൻസ് ആണ് ഉള്ളത്, അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ബൈനറി ഓപ്പറേഷൻ രണ്ട് മെട്രിസസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2x2 മെട്രിസസ് തന്നെയാണ് കിട്ടുന്നത്. അതായത് ഇതേ സെറ്റിലെ എലമെന്റ് തന്നെയാണ് കിട്ടുന്നത്. അസോസിയേറ്റിവിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അസോസിയേറ്റിവിറ്റി എന്തായാലും ഹോൾഡ് ചെയ്യും. അത് നിങ്ങൾ ഏത് മൂന്ന് മെട്രിസസ് 2x2 മെട്രിസസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാലും
സെയിം ആയിട്ടുള്ള ആൻസർ കിട്ടാൻ പോകുന്നത്. ഇനി ഐഡന്റിറ്റി എലമെന്റ്, ഈ 2x2 മെട്രിക്സിന്റെ അകത്ത് ഏതൊരു ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത് അണ്ടർ അഡീഷൻ? Zero, zero, കേട്ടില്ല. zero. 0 0 Zero. 0 0 എന്ന് പറയുന്നത് അല്ലേ? Yes. ഓക്കെ, 0 മെട്രിക്സ് എന്നാണ് അതിനെ പേര് പറയാം. 0 0 0 0 എന്ന് പറയുന്ന മെട്രിക്സ് എന്ന് പറയുന്നതാണ് ഐഡന്റിറ്റി മെട്രിക്സ്. അത് ഏത് മെട്രിക്സിന്റെ കൂടെ ആഡ് ചെയ്താലും നമുക്ക് എന്ത് തന്നെ കിട്ടും? അതേ മെട്രിക്സ് തന്നെ കിട്ടും. അപ്പൊ ഇത് ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇൻവേഴ്സ് എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു മെട്രിക്സ് എ ബി സി ഡി എന്ന് പറഞ്ഞ മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ ഏത് മെട്രിക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 0 മെട്രിക്സ് കിട്ടും? പറഞ്ഞു, വേഗം പറഞ്ഞു. Minus A. മൈനസ് minus A, minus ബി B, മൈനസ് സി മൈനസ് ടി. വെരി ഗുഡ്, അത്രേ ഉള്ളൂ. മൈനസ് എ മൈനസ് ബി മൈനസ് സി മൈനസ് ടി. ആ എടുക്കുന്ന ഇൻവേഴ്സ് എലമെന്റിന്റെ മെട്രിക്സിന്റെ ഓരോ എൻട്രീസും റിയൽ നമ്പേഴ്സ് തന്നെയാണ്. നമ്മൾ ഇതിന്ന് വേണം എടുക്കാനായിട്ട് കേട്ടോ. M2 എന്നാണ് എ എടുക്കുന്നതെങ്കിൽ അതിന്റെ കൂടെ, അതായത് ഈ മെട്രിക്സ് എടുക്കുന്നതെങ്കിൽ അതിന്റെ കൂടെ ഇൻവേഴ്സ് എന്ന് പറയുന്നതും അതേ സെറ്റിനകത്ത് തന്നെ എക്സിസ്റ്റ് ചെയ്യണം. പുറമേ ഒരു എലമെന്റ് എടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പം MN(R) അണ്ടർ അഡീഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ അടുത്ത ക്വസ്റ്റ്യൻ, MN(R) അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ടോ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. MN(R) അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ എഴുതാം, ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ടോ? രണ്ട് n/n മെട്രിസസ്, എക്സാമ്പിൾ ആയിട്ട് 2 2x2, നമ്മൾ M2 of R അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. 2 2x2 മെട്രിസസ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് ഓർഡറിലെ മെട്രിക്സാ കിട്ടുക? 2x2 തന്നെ കിട്ടും അല്ലെ? Yes. മെട്രിക്സിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2x2 ഓർഡറിലെ മെട്രിക്സ് തന്നെയാണ് കിട്ടുക. അത് M2 of R തന്നെ ഉണ്ട്. ദെർഫോർ അത് ബൈനറി ഓപ്പറേഷൻ ആണ്. MN(R) എന്ന് പറയുന്ന മെട്രിക്സിന്റെ കളക്ഷനകത്ത് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്. അതേപോലെ തന്നെ ഈസിലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അസോസിയേറ്റിവിറ്റി. 3 മെട്രിക്സസ് തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അതിന്റെ ഓർഡർ എങ്ങനെ വേണേലും മൾട്ടിപ്ലൈ ചെയ്തോളൂ, സെയിം ആയിട്ടുള്ള ഒരു മെട്രിക്സ് തന്നെയാണ് കിട്ടുക, അസോസിയേറ്റിവിറ്റി. ഇനി ഐഡന്റിറ്റി എലമെന്റ് ഏതായിരിക്കും മെട്രിക്സസ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത്? 1 1 1. ഇപ്പൊ ഞാൻ എ ബി സി ഡി ഇപ്പൊ പറഞ്ഞത് 1 1 1 1 ഇതല്ലേ പറഞ്ഞത്. എനിക്ക് ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോ എ ബി സി ഡി എന്ന് പറയുന്ന എലമെന്റ് ആണോ കിട്ടുക? ഒന്ന് നോക്കിക്കേ. 1 0 0 1. വെരി ഗുഡ്. 1 0 0 1 ആണെങ്കിലാണ് എ ബി സി ഡി കിട്ടുക. വിച്ച് ഇസ് ഈക്വൽ ടു, തിരിച്ചും ചെയ്യാൻ പറ്റണം കേട്ടോ. ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയും രണ്ട് തരത്തിലും ചെയ്യാൻ പറ്റണം. അപ്പൊ എന്താണ് 1 0 0 1 എന്ന് പറയുന്ന എലമെന്റ് ആണ് MN(R) അണ്ടർ മൾട്ടിപ്ലിക്കേഷനിലെ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത്. ശരി, അതും വരെ ഓക്കെ. ഇനി ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്, ഇൻവേഴ്സ് എലമെന്റ് എക്സിസ്റ്റ് ചെയ്യണം. എ ബി സി ഡി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുത്തു കഴിഞ്ഞാല് ഏതോ ഒരു മെട്രിക്സ് 2x2 മെട്രിക്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 0 0 1 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് കിട്ടുകയാണ്. ഇനി എടുക്കുന്ന ഈ മെട്രിക്സ്, ആദ്യത്തെ മെട്രിക്സ് ഞാൻ ക്യാപിറ്റൽ എന്ന് വിളിക്കുവാണ്. അങ്ങനെയാണെങ്കിൽ എന്തോ ഒരു സംഭവം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടും. ഏതാ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? നിങ്ങൾ ലീനിയർ ഓൾജിബ്ര പഠിച്ചിട്ടുള്ള കാര്യമാണ് A ഇൻറ്റു A ഇൻവേഴ്സ് എന്ന് പറയുന്നതാണ് ഐഡന്റിറ്റി അല്ലെ? എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഏതെടുത്താലും അതിന്റെ കൂടെ അതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ് ആണ് കിട്ടുക അല്ലേ? yes ma'am, അങ്ങനെയാണെങ്കിൽ എ എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് എടുത്തു, അതിന് A ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഐഡന്റിറ്റി കിട്ടും. എല്ലാ മെട്രിക്സ് എകൾക്കും A ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുമോ? എപ്പോഴാണ് ഒരു മെട്രിക്സിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുക? Determinant A not equal to 0. വെരി ഗുഡ്. എയുടെ ഡിറ്റർമിനന്റ് 0 അല്ലാത്ത കേസുകൾക്ക് മാത്രമാണ് A ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ MN(R)നകത്ത് ഒരുപാട് എലമെന്റ്സ് ഉണ്ട് അല്ലെ, ഒരുപാട് മെട്രിക്സസ് ഉണ്ട്.
അപ്പൊ എല്ലാത്തിനും ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യോ? ഇല്ല. ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എടുക്കുന്ന മെട്രിക്സിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്താൽ മാത്രമാണ്, ഇൻവേഴ്സ് അല്ല, അതിന്റെ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആയിട്ടുള്ള കേസിന് മാത്രമാണ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുക. ദാറ്റ് ഇസ് നിങ്ങളുടെ ഈ M2 ഓഫ് R അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു കളക്ഷൻ എന്തല്ല, ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നില്ല. ഗ്രൂപ്പ് ഫോം ചെയ്തിരുന്നെങ്കിൽ ഇതിലെ ഏതൊരു മെട്രിക്സ് എടുത്താലും നമുക്കൊരു ഒരു ഇൻവേഴ്സ് എലമെന്റ് കണ്ടുപിടിക്കാൻ പറ്റണമായിരുന്നു. പക്ഷെ എല്ലാ മെട്രിക്സുകൾക്കും എന്തില്ല, ഇൻവേഴ്സ് എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. Therefore നമുക്ക് എന്ത് പറയാം, ഈ M2 ഓഫ് R അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് എ ഗ്രൂപ്പ്. എന്നാൽ ഈ M2 ഓഫ് R അല്ലെങ്കിൽ ജനറലി Mn ഓഫ് R അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഒരു ഗ്രൂപ്പാണ്. പക്ഷെ അഡീഷൻ ഒരു ഗ്രൂപ്പാണ്. എന്നാൽ Mn ഓഫ് R, എക്സാമ്പിൾ ആയിട്ട് M2 ഓഫ് R എടുത്തു നമ്മൾ, അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ അതെന്ന് പറയുന്നത് ഒരിക്കലും എന്താവുന്നില്ല, ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നില്ല. പറയുന്നത് ക്ലിയർ ആണോ? ഇനി പറഞ്ഞു തരണമെങ്കിൽ പറഞ്ഞു തരാം. നിങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ, മെട്രിക്സിന്റെ കളക്ഷൻ എടുത്തു. അഡീഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റ് ബൈനറി ഓപ്പറേഷൻ ആണ്, അസോസിയേറ്റീവ് ആണ്. അതിനകത്ത് 0 0 0 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ അതൊരു ഐഡന്റിറ്റി എലമെന്റ് ആണ്. ഇനി ABCD എന്ന് പറഞ്ഞ മെട്രിക്സ് എടുത്താൽ -A - B -C - D എന്ന് പറയുന്ന ഒരു മെട്രിക്സ് കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 0 0 0 0 എന്ന് പറഞ്ഞ 0 മെട്രിക്സ് കിട്ടും. അപ്പം അണ്ടർ അഡീഷൻ അത് എന്ത് തന്നെയാണ്, Mn ഓഫ് R അണ്ടർ അഡീഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് കമ്മ്യൂട്ടേറ്റിവിറ്റി അതുകൂടി ഫോം ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഈസി ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. ഇത് രണ്ട് EFGH ഇവർ തമ്മിൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ, അഡീഷന്റെ കാര്യത്തിനകത്താണ് പറയുന്നത്, ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. തിരിച്ചും മറിച്ചിട്ട് ആഡ് ചെയ്താലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ്സ് നമ്മൾ ആഡ് ചെയ്യല്ലേ വേണ്ടു. അപ്പൊ അതെന്ത് തന്നെയാണ്, കമ്മ്യൂട്ടേറ്റീവ് ആണ്. അപ്പൊ അതിനകത്തും പ്രശ്നമില്ല. അപ്പൊ Mn ഓഫ് R അണ്ടർ അഡീഷൻ എന്ന് പറയുന്നത് ഒരു അബീലിയൻ ഗ്രൂപ്പ് ആയിട്ടാണ് പറയുന്നത്. എന്നാൽ പ്രശ്നം വരുന്നത് എവിടെയാ, Mn ഓഫ് R അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഇതെന്ന് പറയുന്നത് നോട്ട് എ ഗ്രൂപ്പ്. അതിന് പ്രശ്നം വരുന്നത് എല്ലാ എലമെന്റ്സിനകത്തും ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എല്ലാ എലമെന്റ്സിനും ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എ എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് എടുത്താൽ ഒരു മെട്രിക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം സച്ച് ദാറ്റ് A ഇൻറ്റു നമ്മൾ കണ്ടുപിടിക്കുന്ന മെട്രിക്സ് വിച്ച് ഈസ് ഈക്വൽ ടു I എന്ന് പറഞ്ഞ ഐഡന്റിറ്റി എലമെന്റ് കിട്ടണമായിരുന്നു. എന്നാൽ ഇൻവേഴ്സ് എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഡിറ്റർമിനന്റ് 0 അല്ലാത്ത മെട്രിക്സുകൾക്ക് മാത്രമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുകയാണ്, അപ്പൊ ഇവിടുത്തെ പോരായ്മ പരിഹരിക്കാനായിട്ട് നമ്മൾ പുതിയൊരു ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുന്നതാണ് GLN ഓഫ് R എന്ന് പറയുന്ന ഗ്രൂപ്പ് അണ്ടർ അഡീഷൻ. ഈ GLN ഓഫ് R എന്ന് പറയുമ്പോൾ റിയൽ നമ്പേഴ്സ്, ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന പേരിനകത്ത് F എന്ന് കൊടുത്തിട്ടുണ്ട്. F എന്ന് പറയുന്നത് ഏത് സെറ്റ് വേണേലും ആവാം. ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് R എടുക്കുവാണ്. GLN ഓഫ് R അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി ഈ GLN ഓഫ് R എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് 0 അല്ലാത്ത മെട്രിക്സുകളുടെ കളക്ഷനെയാണ് GLN ഓഫ് R അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. GLN ഓഫ് R എന്ന് പറയുന്നത് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഇത് എന്ത് ഫോം ചെയ്യുന്നുണ്ട്, ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ Mn ഓഫ് Rനകത്ത് ഒരുപാട് മെട്രിക്സസ് ഉണ്ട്. ഡിറ്റർമിനന്റ് 0 ആയതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് മെട്രിക്സസ് ഉണ്ടായിരിക്കും. എന്നാൽ GLN ഓഫ് Rന്റെ അകത്ത് എന്താ, ഡിറ്റർമിനന്റ് 0 അല്ലാത്ത, അതായത് എല്ലാ മെട്രിക്സസിനും ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന മെട്രിക്സുകളുടെ കളക്ഷനാണ് നമ്മൾ GLN ഓഫ് R ആയിട്ട് എടുത്തിരിക്കുന്നത്. ക്ലിയർ ആണോ? GLN ഓഫ് R എന്ന് പറയുന്നത് മെട്രിക്സ് ഡിറ്റർമിനന്റ് ഇസ് നോട്ട് ഈക്വൽ ടു 0. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. ഈ ഒരു പേര് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഒരുപാട് കാണുന്നതാണ്. ഇത് ക്ലിയർ അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ക്ലിയർ ആണോ എന്നെങ്കിലും പറയൂ. ക്ലിയർ ആണ്. ഓക്കെ, കളക്ഷൻ ഓഫ് n by n മെട്രിക്സസ് ഓവർ റിയൽ നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അതിന് റീസൺ നമ്മൾ പറഞ്ഞത് എല്ലാ മെട്രിക്സസിനും ഇൻവേഴ്സ് എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ അത് പരിഹരിച്ചുകൊണ്ട് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന മെട്രിക്സുകളുടെ കളക്ഷനെ നമ്മൾ ഫോം ചെയ്തു. അതിനെയാണ് നമ്മൾ GLN ഓഫ് R എന്ന് വിളിച്ചത്. അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഇതൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. ഈ ഗ്രൂപ്പിനകത്തും നമ്മുടെ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഐഡന്റിറ്റി മെട്രിക്സ് തന്നെയാണ്. ഇതിന്റെ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പൊ ഇത്
ഈ GLN(R) എന്ന് പറയുന്ന ഈ സെറ്റിനകത്തുണ്ട്. ബാക്കി എല്ലാ കണ്ടീഷൻസും നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. ഇനി ഇതിന്റെ തന്നെ ഒരു സബ്സെറ്റിന്റെ പേരാണ് കേട്ടോ SLN(R) എന്ന് പറയുന്നത്. GLN(R) എന്ന് പറയുന്നത് എന്താ? ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻവേർട്ടബിൾ ആയിട്ടുള്ള മെട്രിക്സുകളുടെ കളക്ഷൻ ആണ് ഈ GLN(R) എന്ന് പറയുന്നത്. SLN(R) എന്ന് പറയുന്നത് ഈ GLN(R)ന്റെ ഒരു സബ്സെറ്റ് ആണ്. അത് കളക്ഷനകത്ത് എന്തൊക്കെ മെട്രിക്സസ് ഉണ്ടാവുക? ഏത് മെട്രിക്സസ് ഉണ്ടാവുന്നത്? ഡിറ്റർമിനന്റ് 1 ആയിട്ടുള്ള മെട്രിക്സസിന്റെ കളക്ഷൻ ആണ് SLN(R) എന്ന് പറയുന്നത്. അണ്ടർ ദിസ് മൾട്ടിപ്ലിക്കേഷൻ അതും ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് SLN(R) എന്ന് പറയുന്നത് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് GLN(R). GLN(R) എന്ന് പറയുന്നത് ഇൻവേർട്ടബിൾ ആയിട്ടുള്ള മെട്രിക്സസിന്റെ കളക്ഷൻ ആണ്. അതിന്റെ ഒരു സബ് ഗ്രൂപ്പ് ആണ് അല്ലെങ്കിൽ ഒരു സബ്സെറ്റ് എന്ന് പറയുന്നതാണ് SLN(R). ഡിറ്റർമിനന്റ് 1 വരുന്ന മെട്രിക്സസിന്റെ കളക്ഷൻ. അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഈ SLN(R) എന്ന് പറയുന്നതും ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് സബ്സെറ്റും ആണ്, അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ തന്നെ അതൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത് കൊണ്ട് SLN(R) എന്ന് പറയുന്നത് GLN(R)ന്റെ ഒരു സബ് ഗ്രൂപ്പ് ആയിട്ട് പറയാം. ക്ലിയർ ആണോ? Yes, ma'am. ഓക്കെ. ഇനി നമ്മൾ സബ് ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞായിരുന്നു. സൈക്ലിക് ഗ്രൂപ്പ് അവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് നമുക്ക് നോക്കേണ്ടതാണ് ZN എന്ന് പറയുന്ന കേസ്. ഇത് ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഫൈനൈറ്റും ഉണ്ട് ഇൻഫൈനൈറ്റും ഉണ്ട്. ഇത്രയേ ഉള്ളൂ. പേര് പോലെ തന്നെ ഗ്രൂപ്പിനകത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഫൈനൈറ്റ് ഗ്രൂപ്പായി. ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ്. ദാറ്റ് ഇസ് Z ആൻഡ് ട്രഡീഷൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ Z-നകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടായിരിക്കും? 1, 2, 3, -1, -2, -3 ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് Z കണ്ടെയ്ൻ ചെയ്യുന്നത്. അപ്പൊ Z എന്ന് പറയുന്നത് അണ്ടർ അഡീഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. അതൊരു ഇൻഫിനിറ്റ് ഗ്രൂപ്പാണ്. ഇനി നമ്മളൊരു ഫൈനൈറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പിനെ പരിചയപ്പെടാനാണ് പോകുന്നത്. അതിനെ പറയുന്ന പേരാണ് ZN, ഫൈനൈറ്റ് ഗ്രൂപ്പ്. ഈ ZN എന്ന് പറയുന്നതിനകത്ത് ഉള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് 0, 1, 2, 3 എക്സെട്ര n-1 വരെയുള്ള എലമെന്റ്സ് ആയിരിക്കും ഉണ്ടാവുക. ജനറലി ഇപ്പൊ Z3 എന്ന് എടുക്കുവാണെങ്കിൽ അതിനകത്ത് 0, 1, 2. Z5 എന്ന് പറയുവാണെങ്കിൽ 0, 1, 2, 3, 4 വരെയുള്ള എലമെന്റ്സ്. ഇതാണ് നമ്മുടെ ZN എന്ന് പറയുന്ന സെറ്റ്. സെറ്റ് അവിടെ നിൽക്കട്ടെ. നമ്മളവിടെ ഓപ്പറേഷൻ കൂടി പറഞ്ഞുതരാം. Z എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ Z എന്ന് പറഞ്ഞ സെറ്റ് നമ്മൾ ആദ്യം പറഞ്ഞു. ഇനി ഇവിടെ എന്ത് ഓപ്പറേഷൻ ആണ് നടക്കുന്നത്? ഈ കളക്ഷൻസ് നോക്കിക്കേ നിങ്ങൾ. നമ്മള് ഏതൊരു നമ്പറിനെയും n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡേഴ്സ് ആണ് ഈ 0, 1, 2, 3 എക്സെട്ര n-1 എന്ന് പറയുന്നത്. ഇപ്പോ എക്സാമ്പിൾ പറയുവാണെങ്കിൽ Z3 എന്ന് പറയുന്നത് എന്തായിരിക്കും? 0, 1, 2. എന്താണ്? നിങ്ങൾ ഏതൊരു നമ്പർ എടുത്തോളൂ, ഒരു ജനറലി ഒരു n എന്ന് പറയുന്ന ഏതൊരു നമ്പർ വേണമെങ്കിലും എടുത്തോളൂ. നിങ്ങൾ ഈ n-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് 0 ആയിരിക്കും റിമൈൻഡർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 ആയിരിക്കും റിമൈൻഡർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 ആയിരിക്കും റിമൈൻഡർ. ഞാൻ പറഞ്ഞെന്ന് മാത്രം. ഈ കളക്ഷൻ എന്ന് പറയുന്നത് ഏതൊരു നമ്പറിനെയും n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡേഴ്സ് ആയിരിക്കും 0 മുതൽ n-1 വരെയുള്ള നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ അവിടെ നിൽക്കട്ടെ. ഇനി നമ്മളിവിടെ ഇതൊരു സെറ്റ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളിവിടെ ഒരു ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യുവാണ്, അഡീഷൻ മോഡുലോ n എന്ന് പറയുന്നത്. രണ്ട് പരിചയം ഉണ്ടാവും. പ്ലസ് എഴുതാം, താഴെ ഒരു n എഴുതാം. ഇതാണ് നമ്മുടെ ഓപ്പറേഷൻ. നമ്മൾ സ്റ്റാർ എന്നൊക്കെ പറയില്ലേ, അത് ഈ ഒരു ഫോമിലാണ് എഴുതാം. ZN എന്ന് പറയുന്ന സെറ്റ് അണ്ടർ അഡീഷൻ മോഡുലോ n എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. എന്താണ് ഇനി അഡീഷൻ മോഡുലോ n എന്ന് പറയുന്നത്? A എന്ന് പറയുന്ന എലിമെന്റിന്റെ കൂടെ അഡീഷൻ മോഡുലോ n B ചെയ്യുവാണെങ്കിൽ എയും ബിയും ഈ ഒരു ഓപ്പറേഷൻ ചെയ്യുന്നതിന്റെ അർത്ഥം എത്രയേ ഉള്ളൂ? A + B ഈസ് ഡിവൈഡഡ് ബൈ, ഞാൻ എഴുതുന്നില്ല, ഇത്രയേ ഉള്ളൂ. Then A + B ഈസ് ഡിവൈഡഡ് ബൈ n. നമുക്ക് എന്താണോ റിമൈൻഡർ കിട്ടുന്നത് അതായിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. റിമൈൻഡർ then A + B ഈസ്
ഡിവൈഡഡ് ബൈ n. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം, അപ്പൊ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വരും. ഞാനിപ്പം Z5 എടുക്കുവാണ്. Z5-നകത്ത് എന്തൊക്കെ ഉണ്ടാവും? 0, 1, 2, 3, 4 എന്ന് പറഞ്ഞ എലിമെന്റ്സ് ആണ് Z5 എന്ന് പറയുന്ന സെറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 0 മുതൽ 4 വരെയുള്ള നമ്പേഴ്സിന്റെ കളക്ഷൻ Z5 എന്ന് പറയുന്ന സെറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അഡീഷൻ മോഡുലോ 5 എന്ന് പറയുന്നതാണ് നമ്മൾ ഒരു ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യേണ്ടത്. ആ ഓപ്പറേഷൻ എന്താണ്? എ അഡീഷൻ മോഡുലോ 5B എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, A പ്ലസ് ബിനെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ, അതാണ് A പ്ലസ് ബി. എ അഡീഷൻ മോഡുലോ 5B എന്ന് പറയുന്നത്. ഓപ്പറേഷൻ ക്ലിയർ ആണോ? പറഞ്ഞു തരണമെങ്കിൽ പറഞ്ഞുതരാം, ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? പറഞ്ഞു തരണമെങ്കിൽ പറഞ്ഞുതരാം, ഇത്രയേ ഉള്ളൂ. എ പ്ലസ് ബിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ അല്ലെ? അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മള് എ പ്ലസ് ബി എന്ന് പറഞ്ഞ സാധാ എന്ന് പറയുമ്പോൾ എന്താ ഓപ്പറേഷൻ? നമ്മൾ സ്റ്റാർ എന്ന് പറയുന്നത് ഇപ്പോ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എ പ്ലസ് ബി, ഡയറക്റ്റ് അത് ആഡ് ചെയ്യുന്നു. ഇനി ഇവിടെ എ സ്റ്റാർ ബി എന്ന് പറഞ്ഞ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, എ അഡീഷൻ മോഡുലോ 5B എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താ വരുന്നത്? എയും ബിയും കൂടി നമ്മൾ ആദ്യം ആഡ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരാം. ഇവിടെ ആകുമ്പോൾ ജസ്റ്റ് ആഡ് ചെയ്ത് വെക്കുന്നു, ആഡ് ചെയ്തിട്ടുള്ള നമ്പർ. ഇവിടെ എയും ബിയും ആഡ് ചെയ്ത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ ആണ് ഇതിന്റെ ആൻസർ. പറഞ്ഞുതരാം നിങ്ങൾക്ക് അത് എങ്ങനെ വരുന്നു. നിങ്ങൾ കുറെ കാലം കഴിഞ്ഞ് വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനത്തെ ഇതൊക്കെ നൊട്ടേഷൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും, അപ്പൊ നിങ്ങൾക്ക് ഓർമ്മ വരും. നോക്കാം. Zn എന്ന് പറയുന്ന സെറ്റ് 0 മുതൽ n-1 വരെയുള്ള കളക്ഷൻ എടുക്കുകയാണെങ്കിൽ ഈ എ അണ്ടർ അഡീഷൻ മോഡുലോ ബി അല്ലെങ്കിൽ Zn എന്ന് പറയുന്ന കളക്ഷനകത്ത് 0 മുതൽ n-1 വരെ ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് അഡീഷൻ മോഡുലോ n ആണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ Z5 അണ്ടർ അഡീഷൻ മോഡുലോ 5 എന്ന് പറയുന്ന ഒരു കളക്ഷൻ എടുക്കുകയാണ്. Z5ന്റെ എലമെന്റ്സിനകത്ത് 0, 1, 2, 3, 4 എന്ന് പറയുന്ന എലമെന്റ്സ് ആണുള്ളത്. അണ്ടർ ദിസ് ഓപ്പറേഷൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ബൈനറി ഓപ്പറേഷൻ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. നമുക്ക് നോക്കാം, ബൈനറി ഓപ്പറേഷൻ ആണോ. നിങ്ങൾ ഇതിൽ റാൻഡം ആയിട്ട് 2 നമ്പേഴ്സ് ഒന്ന് പറഞ്ഞേ. നിങ്ങളുടെ ഇഷ്ടം പോലെ ആ സെറ്റിനകത്ത് നിന്ന് റാൻഡം ആയിട്ട് 2 നമ്പേഴ്സ് പറഞ്ഞോളൂ. 2 and 3. വെരി ഗുഡ്. ഞാൻ 2 എടുത്തു, അഡീഷൻ മോഡുലോ 5 3 ചെയ്യുവാണ്. അതിനർത്ഥം എന്താ? 2 + 3 5 ആണ്. അതിനെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ ആണ്. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വെരി ഗുഡ് 0 എന്ന് പറഞ്ഞ നമ്പർ ആണ് കിട്ടുന്നത്. 0 ഈ സെറ്റിനകത്ത് തന്നെ ഇല്ലേ? അപ്പൊ 2 റാൻഡം ആയിട്ടുള്ള ഒരു നമ്പർ ചൂസ് ചെയ്തു, അവർ തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതേ സെറ്റിലെ എലമെന്റ് തന്നെ കിട്ടുന്നുണ്ട്. ഇതിപ്പോ ഞാൻ ഒരു കുട്ടി പറഞ്ഞതാവാം, നിങ്ങൾ ഏത് നമ്പർ വേണമെങ്കിലും എടുത്തോളൂ. ഇപ്പം 2ഉം 4 എടുക്കാം. 2 അഡീഷൻ മോഡുലോ 5 4, 2ഉം 4 തമ്മിൽ ആഡ് ചെയ്യുന്നു, 6 കിട്ടി. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് പറയുന്നതാണ് റിമൈൻഡർ വരിക. ആ 1 ഇതിനകത്ത് തന്നെ ഇല്ലേ? ആ സെറ്റിനകത്ത് തന്നെ ഇല്ലേ? Z5 അണ്ടർ അഡീഷൻ മോഡുലോ 5 എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്. ഒന്നാമത്തെ കേസ് ട്രൂ ആണ് കിട്ടി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്ന കാര്യമാണ് അസോസിയേറ്റിവിറ്റി. അതായത് 2 നമ്പേഴ്സ് ആദ്യം ഇവര് തമ്മിൽ എയും ബിയും കൂടി ആഡ് ചെയ്തു, 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പൊ കിട്ടുന്ന റിമൈൻഡറിന്റെ കൂടെ അഡീഷൻ മോഡുലോ 5 ഇട്ടിട്ട് ഒരു C എന്ന് പറഞ്ഞ നമ്പർ കൂടി ചെയ്ത് നോക്കി. ഇവിടെ കിട്ടുന്ന റിമൈൻഡറിനെ ഞാൻ D എന്ന് ആ നമ്പറിന് D എന്ന് വിളിക്കുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതും എ ബ്രാക്കറ്റ് ഇല്ല, അസോസിയേറ്റീവ് ആണ്, അത്രയേ ഉള്ളൂ അതിന് മീനിങ്. സമാധാനം വരുന്ന ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമാണ്. B അഡീഷൻ മോഡുലോ 5C ഇത് രണ്ടും എന്തിനായിട്ട് വരും? ഈക്വൽ ആയിട്ട് വരും. ഈ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു അസോസിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനും കൂടിയാണ്.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സെറ്റ് നോക്കിയിട്ട് പറയാം ഇതിനകത്തത്തെ ഐഡന്റിറ്റി എലമെന്റ് ഏതായിരിക്കും? സീറോ. എന്തുകൊണ്ട് 0 ആണെന്ന് പറഞ്ഞു? ഒരു നമ്പറിന്റെ കൂടെ അഡീഷൻ മോഡിൽ ഓഫ് 5 0 നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ എന്താ കിട്ടുന്നത്? a പ്ലസ് 0, അതായത് a തന്നെ കിട്ടും. അതിന് അഡീഷൻ മോഡിൽ 5 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടാം? a തന്നെ കിട്ടാം. ഈ a ഒക്കെ ഏതാ? 0 1 2 3 4 എന്ന് പറയുന്ന ഈ കളക്ഷനാണ് നമ്മൾ എടുക്കാനായിട്ട്. ഇതിലെ ഏതൊരു നമ്പർ, ഇപ്പൊ 3 എടുത്തു, 3 അണ്ടർ അഡീഷൻ മോഡിലോ 0 ചെയ്ത് നോക്കി, 3 പ്ലസ് 0 3 തന്നെ വന്നു. അണ്ടർ അഡീഷൻ മോഡിലോ 5 എന്ത് വരും? നമുക്ക് റിമൈൻഡർ വരുന്നത് 3 ആണ്. അപ്പൊ 0 എന്ന് പറയുന്നത് ഈ സെറ്റിനകത്തെ ഒരു ഐഡന്റിറ്റി എലമെന്റ് ആണെന്ന് പറയാം. ഇനി അടുത്തത് ഇൻവേഴ്സ് എലമെന്റ്. ഇൻവേഴ്സ് എലമെന്റ് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ 3 എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുത്തു. അതിന്റെ കൂടെ ഏതോ ഒരു നമ്പർ നമ്മൾ അഡീഷൻ മോഡിൽ 5 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 0 എന്ന് പറഞ്ഞ നമ്പർ കിട്ടുന്നുണ്ട്. അത് ഏതായിരിക്കും ആഡ് ചെയ്തിരിക്കുന്ന നമ്പർ? 2. വെരി ഗുഡ്. 2 എന്ന് പറഞ്ഞ നമ്പർ ആഡ് ചെയ്താൽ മതി. 3 പ്ലസ് 2 ചെയ്യുമ്പോൾ 5 ആയി. അണ്ടർ അഡീഷൻ മോഡിൽ 5 അതല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 0 കിട്ടും. അതായത് ഈ 2 എന്ന് പറയുന്നതാണ് 3യുടെ ഇൻവേഴ്സ്. ഞാൻ എക്സാമ്പിൾസ് മാത്രമാണ് പറഞ്ഞത്. ഇനി നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്ത് നോക്കൂ. Zn എന്ന് പറയുന്നത് 0 മുതൽ n-1 വരെയുള്ള ഒരു കളക്ഷൻ ഞാൻ എടുക്കുകയാണ്. എക്സാമ്പിൾ ആയിട്ട് Z5 എടുത്തു. 0 മുതൽ 4 വരെയുള്ള നമ്പേഴ്സ് എടുക്കുകയാണ്. 0 1 2 3 4 വരെയാണ്. Z5 എന്ന് പറയുമ്പോൾ 4 വരെ, Z6 എന്ന് പറയുമ്പോൾ 5 വരെ എന്നാണ് എടുക്കാനായിട്ട്. അതായത് ഏത് നമ്പറിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ റിമൈൻഡേഴ്സ് അല്ലാതെ ഇതിനപ്പുറം ഒരു റിമൈൻഡർ കിട്ടില്ല. ആ റിമൈൻഡേഴ്സിന്റെ കളക്ഷൻ ആണ് ഈ എടുത്തിരിക്കുന്ന സെറ്റ്. ഇതിനകത്ത് അണ്ടർ അഡീഷൻ മോഡുലോ 5 അല്ലെങ്കിൽ അഡീഷൻ മോഡുലോ ജനറലി അഡീഷൻ മോഡുലോ n എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ബൈനറി ആണെന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഏത് രണ്ട് നമ്പേഴ്സ് എടുത്ത് ആഡ് ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ n ചെയ്യുന്നു, ഈ സെറ്റിലെ തന്നെ എലമെന്റ്സ് തന്നെ കിട്ടും. ഇനി അസോസിയേറ്റിവിറ്റി സിമ്പിൾ ആയിട്ട് തന്നെ പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്തു നോക്കാം. ഐഡന്റിറ്റി എലമെന്റ് ഈ സെറ്റിലെ 0 എന്ന് പറയുന്നതാണ് നമ്മുടെ ഐഡന്റിറ്റി എലമെന്റ്. ഇനി ഇൻവേഴ്സ് എലമെന്റ്, ഏതൊരു എലമെന്റ് എടുത്താലും നമുക്ക് അതിന്റെ ഇൻവേഴ്സും കൂടി കണ്ടുപിടിക്കാൻ പറ്റും. 2 എടുത്തു കഴിഞ്ഞാൽ 3 ആണ് ഇൻവേഴ്സ്, 3 എടുത്താൽ 2 ആണ് ഇൻവേഴ്സ്, 1 എടുത്താൽ 4 ആണ് ഇൻവേഴ്സ്, 4 എടുത്തു കഴിഞ്ഞാൽ 1 ആണ് ഇൻവേഴ്സ്. 0 എന്ന് പറഞ്ഞ ഐഡന്റിറ്റി എലമെന്റ് ആണ് കേട്ടോ. 0യുടെ ഇൻവേഴ്സ് 0 തന്നെയാണ്. എന്തുകൊണ്ടാ? 0 പ്ലസ് 0 അഡീഷൻ മോഡിൽ 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0 തന്നെയാണ് കിട്ടുന്നത്. 0നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. അല്ലെങ്കിൽ മെയിൻ ആയിട്ട് ഐഡന്റിറ്റി എലമെന്റ് അല്ലാത്ത ബാക്കി എലമെന്റ്സിനകത്ത് ഒരു ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ Z5 അണ്ടർ അഡീഷൻ മോഡിൽ 5 എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. അതൊരു അബീലിയൻ ഗ്രൂപ്പ് കൂടിയാണ് കേട്ടോ. ഏത് രണ്ട് നമ്പേഴ്സ്? 2 അണ്ടർ അഡീഷൻ മോഡിൽ 5, 3 ആയിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതും 3, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് കഴിഞ്ഞാലും സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. ദാറ്റ് ഈസ് ഈ Zn എന്ന് പറയുന്നത് അണ്ടർ അഡീഷൻ മോഡുലോ n, ജനറലി Zn അണ്ടർ അഡീഷൻ മോഡുലോ n എന്ന് പറയുന്നത് ഒരു അബീലിയൻ ഗ്രൂപ്പാണ്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ Z എന്ന് പറയുന്നത് ഇന്റിജേഴ്സിന്റെ കളക്ഷൻ അണ്ടർ അഡീഷൻ, അതൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത് പറഞ്ഞു. അതിനകത്ത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? അതൊരു ഇൻഫിനിറ്റ് ഗ്രൂപ്പാണ്. ഇനി Zn കാര്യത്തിനകത്തോ Z5 എടുത്താ 5 എലമെന്റ്സ് ഉണ്ടായിരിക്കും, Z6 എടുത്താ 6 എലമെന്റ്സ് ഉണ്ടായിരിക്കും, Zn എടുത്താ n എലമെന്റ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഏതൊരു Znകളും ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. Zn ആൻഡ് അഡീഷൻ മോഡൽ n എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി അതൊരു അബീലിയൻ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. നമുക്ക് എന്ത് പറയാം? Zn എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള അബീലിയൻ ഗ്രൂപ്പിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. Yes, ma'am. Zn കാര്യം പറഞ്ഞു. ഇനി അടുത്ത ടോപ്പിക് തുടങ്ങി കഴിഞ്ഞാൽ കുറച്ച് ലേറ്റ് ആവും. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് എങ്ങനെയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്? തുറന്നു പറഞ്ഞ ഒരു മിനിറ്റ് കേട്ടോ. ഇതൊന്ന് മിനിമൈസ് ചെയ്തിട്ട്.
ഇനി ഒന്ന് പറഞ്ഞേ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ക്ലാസ്? ഓഡിബിൾ ആണോ? എന്തൊക്കെ ചേഞ്ചസ് വരുത്തണ്ടേ ഒന്ന് പറഞ്ഞേ. ഇതിന്റെ ക്വസ്റ്റ്യൻസ് പിന്നെ ഇത് ജസ്റ്റ് കൺസെപ്റ്റ് എല്ലാം പറഞ്ഞു പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിച്ചല്ലേ? ക്വസ്റ്റ്യൻസ് കേട്ടില്ല. പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കത്തില്ലേ? ഓ, എന്തായാലും ചെയ്യിപ്പിക്കും. നിങ്ങൾക്ക് അതല്ലേ വേണ്ടത്. നിങ്ങൾക്കിപ്പം ഒത്തിരി കൺസെപ്റ്റിനേക്കാളും, ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ് കേട്ടോ, ഒത്തിരി കൺസെപ്റ്റിനേക്കാളും നിങ്ങൾക്ക് ആവശ്യം പാസ്സാവണം എന്നുള്ളതാണ്, എനിക്കറിയാം. അപ്പോ നമുക്ക് നോക്കാം. ഇതെന്തായാലും നിങ്ങളുടെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നിങ്ങളുടെ യൂണിറ്റിലേക്ക് ഇപ്പൊ ഗ്രൂപ്പ് എന്താന്ന് പറഞ്ഞു, ഗ്രൂപ്പ് ഒന്നും അറിയാതിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞു പോയി കഴിഞ്ഞാൽ അതെന്താ നിങ്ങൾക്ക് ഡൗട്ട് ആവും. അതുകൊണ്ടാണ് ബേസിക് ആയിട്ട് ഇത്രയെങ്കിലും മനസ്സിലാക്കണം എന്നുള്ളതുകൊണ്ട് മാത്രമായിട്ട് അത് പറഞ്ഞത്. ഇത് കഴിഞ്ഞ് ടോപ്പിക് നമ്മൾ എടുക്കും. എടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ. ഞാൻ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാം.